KSRTC സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന് നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയായിരുന്നു ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള KSRTCയിലെ പരിശോധന. ഇപ്പോൾ ബ്രീത്ത് അനലൈസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ഒരുപാട് ജീവനക്കാർ മദ്യപിച്ചിട്ടാണ് വരുന്നതെന്നും അതുമൂലം അപകടമുണ്ടെന്നൊക്കെ മന്ത്രിയുടെ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബ്രീത്ത് അനലൈസറുമായിട്ടുള്ള പരിശോധനയിൽ കോതമംഗലം ഡിപ്പോയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരിശോധനയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കണ്ടക്ടർ വിഭാഗം ജീവനക്കാരൻ വരുന്നു. അവിടുത്തെ അദ്ദേഹം മദ്യപിച്ചില്ല എന്ന് പറയുകയും അദ്ദേഹത്തെ ബ്രീത്ത് അനലൈസർ വഴിയുള്ള പരിശോധനയിൽ ഏകദേശം 40% ആൽക്കഹോളിൻ്റെ അംശം ഉണ്ട് എന്ന് മിഷ്യൻ കാണിച്ചു തരികയും ചെയ്തു. ഏതായാലും തുടർന്ന് വാക്കുതർക്കങ്ങളുണ്ടായി. സ്റ്റേഷൻ മാസ്റ്ററെ പരിശോധിക്കുന്നു, അതിനുശേഷം അവിടെ വന്നിട്ടുള്ള ആളുകളെ പരിശോധിക്കുന്നു. അങ്ങനെ ഒരു വനിതാ ജീവനക്കാരിയെ വിളിച്ചിട്ട് അവരെ കൊണ്ട് പരിശോധന നടത്തുന്നു. വനിതാ ജീവനക്കാരെ ഇത്തരത്തിൽ പരിശോധിക്കേണ്ടതില്ല എന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് വനിതാ ജീവനക്കാരിയെ വിളിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തുക മാത്രമല്ല, അവരെ പരിശോധിച്ച വിവരം അവരുടെ പേരുൾപ്പെടെ അപ്പോൾ തന്നെ ഇവിടുത്തെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകുകയും മാധ്യമങ്ങൾ ഈ പേരുൾപ്പെടെയുള്ള വാർത്തകൾ നിരന്തരമായി സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. അത് ആ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിനും അവരുടെ നാട്ടിലും എല്ലാം ഒരു വിഷമമുണ്ടാക്കുകയും അവർക്ക് വളരെയധികം അപമാനഭാരം ഉണ്ടാകുകയും ചെയ്തു. ഇതിനകത്ത് ഏറ്റവും രസകരമായ വസ്തുത, അങ്ങനെ ഒരു അപമാനഭാരം ഏറ്റ ആൾ തിരിച്ച് ഈ ജീവനക്കാരിയെ കൊണ്ട് റിപ്പോർട്ട് എഴുതിക്കുകയാണ്. അവിടെ വിജിലൻസ് ഓഫീസർ ആസ്ഥാനത്തിരിക്കുന്ന ഒരു പുങ്കവൻ അദ്ദേഹം നേരിട്ട് ഇവരെ വിളിച്ചു പറയുകയും ഇത്തരത്തിൽ മറുപടി നൽകേണ്ട, അതായത് ഇവരെ ഊതിച്ചു എന്നല്ല, ഊതിച്ചില്ല, പരിശോധിച്ചില്ല എന്ന് മറുപടി നൽകണം എന്നാവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അവർ ഏതായാലും ഈ സംഭവം എന്നെ കൊണ്ട് ഊതിച്ചതാണ്, അതുകൊണ്ട് ഞാൻ സത്യം മാത്രമേ പറയൂ എന്നൊരു നിലപാടെടുക്കുകയും അങ്ങനെ ഈ ഊതിപ്പിക്കാൻ ചെന്ന ചെക്കിംഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വ്യക്തി ആശാൻ സസ്പെൻഷനിലാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ബ്രീത്ത് അനലൈസർ മുഖേന നിയമവിരുദ്ധമായി പരിശോധിപ്പിക്കപ്പെട്ട ആ താൽക്കാലിക വിഭാഗം ജീവനക്കാരിയായിട്ടുള്ള ആ വ്യക്തി അവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അതായത് അവർക്ക് അപമാനഭാരം ഏൽക്കുകയും ചെയ്തു, അവരുടെ കുടുംബത്തിനും സമൂഹത്തിനുമെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടായി. ഇതിന് ശേഷവും കലിപ്പ് തീരാതെ നുണ പറയാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ച ശേഷം അവരെ അതിന് സാധിക്കാതെ വന്നതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് KSRTCയിലെ വിജിലൻസ് വിഭാഗത്തിൻ്റെ ഒരു ശ്രേഷ്ഠമായ കഴിവാണ് കേട്ടോ. കാരണം ഇത് വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്ന ഒരാൾ നേരിട്ട് ഇടപെട്ടു എന്നൊക്കെയാണ് പിന്നാമ്പുറ വർത്താനം. എനിക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിവരമില്ല. ഏകദേശം അത്തരത്തിൽ ഇടപെടുന്ന ആളാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്രീത്ത് അനലൈസർ ഏകദേശം മാർക്കറ്റിൽ ലഭിക്കുന്ന വിലയുടെ 10 ഇരട്ടിയോളം വില അധികമായി നൽകിക്കൊണ്ടാണ് KSRTC ബ്രീത്ത് അനലൈസർ വാങ്ങിച്ചിട്ടുള്ളത്. 2500-3000 രൂപയ്ക്ക് ലഭിക്കേണ്ട ബ്രീത്ത് അനലൈസർ ഇതായത് 35,000 രൂപയ്ക്ക് അടുത്താണ് മേടിച്ചതെന്നൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറ വർത്താനം. ഏതായാലും ഇത്തരം ബ്രീത്ത് അനലൈസറുകൾ വാങ്ങിക്കൂട്ടുക, അത് വാങ്ങിക്കുന്ന എല്ലാ വസ്തുക്കളിലും അഴിമതിയുടെ നിറം ചേർക്കുക എന്നുള്ളത് KSRTCയിൽ വ്യാപകമായി നടന്നു വരുന്നു എന്ന് നമ്മൾ സംശയിക്കത്തക്ക വിധമാണ് ഈ ബ്രീത്ത് അനലൈസറിൻ്റെ കാര്യവും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നീട് വേറൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, ബ്രീത്ത് അനലൈസറിൽ അത് പരിശോധിക്കാൻ വേണ്ടി ഊതിക്കുന്ന സ്ട്രോയുടെ അറ്റത്ത് ഈ സ്പിരിറ്റ് വല്ലതും തേച്ച് വെച്ചാൽ ഇത്തരത്തിൽ മീറ്റർ റീഡിങ് കാണിക്കുമെന്നും വൈരാഗ്യമുള്ള അല്ലെങ്കിൽ എതിർ യൂണിയനിൽപ്പെട്ട, കാരണം ഈ പരിശോധിക്കാൻ വരുന്ന ചെക്കർമാർ KSRTCയിലെ വിജിലൻസ് വിഭാഗത്തിലുള്ള എല്ലാ ചെക്കർമാരും ഓരോ ട്രേഡ് യൂണിയൻ വക്താക്കളാണ്. അവർ ട്രേഡ് യൂണിന് മാസപ്പടി കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇവരെ ഈ ഗുണ്ടാപ്പണിക്കായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. ഇത്തരത്തിലെ ആളുകളെ ഭീഷണിപ്പെടുത്താൻ, നടപടിയെടുപ്പിക്കാൻ, റിപ്പോർട്ട് എടുപ്പിക്കാൻ, അങ്ങനെ ഒരു ലോബി തന്നെ KSRTCയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും യൂണിയൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ജീവനക്കാരെ പുറത്താക്കാൻ വേണ്ടിയും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. അപ്പോൾ KSRTCയിലെ വിജിലൻസിനെ കൊണ്ട് അത് പരിശോധിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഏതായാലും വിജിലൻസ് വിഭാഗം ഈ കാര്യത്തിൽ ഈ ജീവനക്കാരെ മാറ്റി നിർത്തുവാൻ പറയുന്നു, അതിനുശേഷം നടപടിയെടുക്കുന്നു, പിന്നെ തിരിച്ചെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബ്രീത്ത് അനലൈസർ വാങ്ങിയ കമ്പനി ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, ഈ വാങ്ങിയ സാധനത്തിൻ്റെ ക്വാളിറ്റി, നിരപരാധികളായ ഒരുപാട് ജീവനക്കാർ കഴിഞ്ഞ ദിവസവും തലേ ദിവസവും ഒക്കെ മദ്യപിച്ചു എന്ന് മനസ്സിൻ്റെ ഒരു ഓർമ്മ കിടക്കുന്നത് കൊണ്ട് മാത്രം ഈ മീറ്റർ റീഡിങ് സഹിക്കുകയും നാണക്കേട് സഹിക്കുകയും സസ്പെൻഷനിലാകുകയും ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റം നടത്തുകയും നേരിടേണ്ടി വരുന്നിട്ടുള്ള ജീവനക്കാർ നിൽക്കുമ്പോഴാണ് ബ്രീത്ത് അനലൈസറിൻ്റെ കുറിച്ചുള്ള ഇത്തരം വിവരങ്ങൾ വെളിയിൽ വരുന്നത്. ഇതുവരെയുള്ള എല്ലാ പരിശോധനകളും സംശയത്തിൻ്റെ നിഴലിലാകുന്നു എന്നുള്ളതാണ്
ഇപ്പോഴത്തെ ഈ ബ്രീത്തർ ലേസറിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഏതായാലും ബ്രീത്തർ ലേസർ വെച്ചുള്ള പരിശോധനയൊന്നും വെൽഫെയർ അസോസിയേഷൻ എതിർക്കുന്നില്ല. ഇത് വൈരാഗ്യത്തിന് വേണ്ടിയും വ്യക്തിവിരോധം തീർക്കുവാനും KSRTCയിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ കുടിപ്പകയ്ക്ക് ഉപകരണമായി ഇതിനെ മാറ്റുന്നു എന്നുള്ളതിലാണ് നമുക്ക് എതിർപ്പ് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. Thank you.